ഈ ഗേറ്റ് തുറക്കണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ശുപാർശകൾ വേണമെന്ന്. എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഈ പാല വഴി ഇതുവഴി കടന്നു പോകുന്ന സമയത്തൊക്കെ പാതിരാത്രിയിൽ വരെ ഈ ഗേറ്റ് പൂട്ടി കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രചരണം ഇവിടെ ഉണ്ടാവാൻ കാരണം എന്താ? രാത്രി പാതിരാത്രിക്കൊക്കെ ഞാൻ വന്ന് കയറിയ ശേഷം ഈ പറഞ്ഞു അതും അടച്ചിട്ടുണ്ടെങ്കിൽ അത് പട്ടി കയറായി. ഞാനങ്ങനെ PR അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതിനുള്ള റിസോഴ്സ് ഇല്ല, അതിനുള്ള ഫണ്ടും ഇല്ല, അതിനുള്ള പണവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ആ ജനം മുഴുവൻ എന്നോടൊപ്പം ഉണ്ട്. അത് പൂർത്തീകരിക്കണം, വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വലിയ ഇത് കൊടുക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല, കൊടുത്തു കഴിഞ്ഞാൽ തീരാതെ പോകും. 1 MB 1 ഐഡിയ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും ചെയ്യാത്ത നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഇത് ആഡ് ഓൺ ചെയ്ത് ഇഷ്ടം പോലെ ഓരോ ദിവസവും ഓരോ ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങളല്ലേ. നമസ്കാരം. നാടിൻ്റെ സ്പന്ദനമറിയുന്ന ജനനായകൻ ശ്രീ ജോസ് കെ മാണി MP ഇന്ന് ഞാനുള്ളത്. ഏറെ ഗ്രഹാതുരത്വം ഉയർത്തുന്ന പാലയുടെ ഈ ഒരു വീട് ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ KM മാണി സാർ നമുക്ക് ഏറെ സുപരിചിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനും കൂടിയാണ് ശ്രീ ജോസ് കെ മാണി MP. അദ്ദേഹത്തിനൊരു ദീർഘവീക്ഷണത്തിൻ്റെ ബാക്കി പത്രമായിട്ട് കുറവിലങ്ങാട് വരുന്ന ഒരു പദ്ധതിയാണ് സയൻസ് സിറ്റി എന്നുള്ള പദ്ധതി. ഈ പദ്ധതി കൊണ്ട് കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് ശാസ്ത്രത്തോടൊരു ആഭിമുഖ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ എല്ലാ നേതാക്കന്മാരും തങ്ങളുടെ നാട്ടിൽ ഹൈമാക്സ് ലൈറ്റിൻ്റെ വികസനത്തെക്കുറിച്ച് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക്, അതായത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി മുമ്പോട്ട് പോകാനും വളരെ നല്ലൊരു ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അങ്ങ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ IIIT ഉൾപ്പെടെ ഇപ്പോൾ ഇതാ വീണ്ടും സയൻസ് സിറ്റി വന്നിരിക്കുന്നു. എന്താണ് അങ്ങയുടെ ഈ ദീർഘവീക്ഷണത്തിന് പിന്നിലുള്ളത്? സാധാരണ ഇപ്പോൾ ഒരു പ്രാദേശിക സർക്കാരായാലും എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തായാലും ഒരു MLA ആയാലും MP ആയാലും, പ്രത്യേകിച്ച് MLA MPക്കും പ്രാദേശിക വികസന ഫണ്ടുണ്ട്. പലപ്പോഴും അതൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ, ഞങ്ങൾ പറഞ്ഞ പോലെ ഈ റോഡ് വേണം, ഹൈമാസ് ലൈറ്റ് വേണം, അല്ലെങ്കിൽ ചെറിയ കുടിവെള്ള പദ്ധതി വേണം, വൈദ്യുതിയുടെ കണക്ഷൻ വേണം, പ്രധാനമായും അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡുകളായിരിക്കും കൂടുതൽ. അതൊക്കെ വേണം. അതൊക്കെ ഇന്നത്തെ ആവശ്യമാണ് അല്ലേ, നമ്മുടെ വർത്തമാന കാലത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് വലിയൊരു പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എനിക്കാണെങ്കിലും ഒരു ക്ലർക്കിനെയൊക്കെ വെച്ചിട്ട് പ്രയോറിറ്റി തീരുമാനിക്കുക, അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം, ഒത്തിരി പേര് വരുമ്പോൾ എന്നിട്ട് അതനുസരിച്ച് കൊടുക്കാമെന്നുണ്ട്. പക്ഷേ ഇത് എന്നും നമുക്കൊരു ശാശ്വതമായി നാളത്തെ കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ശാശ്വതമായ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമുക്ക് ഭാവി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഭാവി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോട് ചെയ്യണം. മാത്രമല്ല അതിന് ഒത്തിരി 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 അധ്വാനവുമുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. അതിന് പണം വേണം, സ്ഥലം വേണം, ആശയം വേണം, ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലോക്സഭാ മണ്ഡലത്തിൽ 5 കോടി രൂപ എന്ന് പറയുന്നത് ഒരിടത്തും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം 7 അസംബ്ലി നിയോജനം. അപ്പോൾ രാജ്യസഭ എന്നുണ്ടെങ്കിൽ എനിക്ക് കേരള സംസ്ഥാനത്ത് മുഴുവൻ ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാർ ചോദിക്കും, എത്ര ഒരു 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. ഇനി കിട്ടിയാലും തീർക്കാൻ പറ്റിയില്ല, ഇനി കൊടുത്തില്ലേലും പരാതിയും വരും. ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ബൃഹത്തായ പദ്ധതികളിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും. ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലമായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വിജ്ഞാനമാണ്, അറിവാണ്, ദി ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ്, കൃഷിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ടൂറിസം, കുമരകമുണ്ട്, ഇതെല്ലാം. അതുമായി ബന്ധപ്പെട്ട ഓരോ സെക്ടറിലും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെടുത്ത് പരിശോധിച്ചത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ലോക്സഭയിലേക്ക് എന്നുമ്പോൾ ഞാനൊരു സ്കൂൾ കുട്ടിയെ പോലെയാണ്, ഇപ്പോഴും ഒരു സ്കൂൾ കുട്ടിയെ പോലെയാണ്. ഞാനിപ്പോഴും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെപ്പോഴും പഠനം നിർത്തുന്നില്ല, പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വിശാല മനസ്സാണ് എനിക്കുള്ളത്. ആരെന്നാ കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതിനുവേണ്ടി കേന്ദ്രത്തിൽ ചെന്ന് മുഴുവൻ മിനിസ്ട്രിയുടെ ആനുവൽ റിപ്പോർട്ട് ഞാൻ അങ്ങ് എടുത്തു. ആ ആനുവൽ റിപ്പോർട്ട് എടുത്തിട്ട് ഓരോ ആനുവൽ റിപ്പോർട്ട് തുറന്നു നോക്കിയിട്ട് പല പദ്ധതികൾക്കും പണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കോടികളാണ്. വെറും കൾച്ചർ എടുത്താൽ ഒരു 3000 കോടി കാണും. അപ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ട് ഉപയോഗിക്കുന്നത് എടുത്ത് പരിശോധിച്ച് നമ്മുടെ നാട്ടിൽ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഉടനെ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നു. ഇതൊരു ശ്രമമാരെ ആദ്യത്തെ ഒരു 5 വർഷം ഇതിന് പറയുകയായിരുന്നു. അങ്ങനെ നടത്തി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്ത് ആദ്യമേ മന്ത്രിയെ ഒന്നും കാണുന്നില്ല, ഏറ്റവും അവസാനം മന്ത്രിയെ കാണുന്നുള്ളൂ. അതിനു മുമ്പ് നമ്മൾ പ്യൂണെ കാണും, നമ്മൾ ലൈസൻസ് ഓഫീസറെ കാണും, സെക്രട്ടറിയെ കാണും, ജോയിന്റ് സെക്രട്ടറിയെ കാണും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ IIITയും IIMCയും സയൻസ് സിറ്റിയും
ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തുകയും അതിനോടുള്ള പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്തു. വ്യത്യസ്തനായ ഒരു MP ആണ് ജോസ് കെ മാണി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ അവസരത്തിൽ ഒരു കാര്യം, ഈ സയൻസ് സിറ്റി കൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? സയൻസ് സിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്നാ വെച്ചാൽ ഒരു അപ്പൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ആ ഒരു സ്വപ്നം എന്തായിരിക്കും? അവരുടെ സ്വപ്നമൊന്നുമല്ലല്ലോ. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് മക്കളുടെ സ്വപ്നം. മക്കൾ ഏത് ഉയരത്തിൽ ചെന്നെത്താൻ കഴിയും എന്നുള്ളതാണ്. ഈ സയൻസ് സിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ അത് ഈ അപ്പനമ്മമാർക്കുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയും. കാരണം ഇതെല്ലാം ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളുമായിട്ടുണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, എയറോസ്പേസ് ഉണ്ട്, പ്ലാനറ്റോറിയം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാം കൂടെ കൂടിയാണ് നമുക്ക് നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കുള്ള ആപ്റ്റിറ്റ്യൂഡും അതിനെ ഒരു പാഷനാക്കി മാറ്റുകയും അതിൽ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും വരികയാണെന്നുള്ളതാണ്. അവിടെയാണ് ഈ പാഷൻ വന്നു കഴിയുമ്പോൾ ജോലി എന്നുള്ളതല്ല, അത് ജോലി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ പലരും പുറത്തു പോകുന്നു, പലരും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് തന്നെ ഇതിൻ്റെ പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയുന്ന ആശയങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഒരു 3 സ്ഥാപനങ്ങൾ ഞാനെടുത്ത്, 3 ഈ സ്ഥാപനങ്ങൾ ഏറ്റവും എടുത്ത് എനിക്ക് മണിക്കൂറോളം പറയാനുണ്ട്. പക്ഷേ അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു 1 MB 1 ഐഡിയ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു ഈ സയൻസ് സിറ്റിയോടൊപ്പം തന്നെ. ഈ സയൻസ് സിറ്റി ഈ ആശയം വന്നത്, ഞാൻ കൽക്കട്ടയിൽ പോയി അവിടെ സയൻസ് സിറ്റി കണ്ടു, ഇവിടുത്തെ അതിൻ്റെ DGയെ പോയി കണ്ടു, ഡയറക്ടർ ജനറലെ പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു, സ്ഥലം വേണമെന്ന് പറഞ്ഞു, ആദ്യമേ സയൻസ് പാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ 5 ഏക്കർ മതി, നിങ്ങൾക്ക് സയൻസ് സിറ്റി വേണം, മിനിമം 30 ഏക്കർ വേണമെന്നോ, സ്ഥലം പോകണം, ഇതെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട 1 MB 1 ഐഡിയ ഒരു പദ്ധതി ഞാൻ നടപ്പിലാക്കി. അത് പ്രാദേശിക വികസന ഫണ്ടിലുള്ളതാണെന്ന് ഓർത്തോണം. ഇന്ത്യയിൽ ആരും അത് നടത്തിയിട്ടില്ല. നമ്മൾ നടത്താൻ വേണ്ടി 2 വർഷം എടുത്തു എൻ്റെ പറയാൻ. കാരണം ആദ്യമേ ഇത് പ്ലാനിങ്ങിൽ കൊണ്ടുപോയി നമ്മൾ കോട്ടയത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇത് അറിയില്ല, ഉദ്യോഗസ്ഥരെ കുറ്റം പറയുകയല്ല, പക്ഷെ ദേ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അതിനെപ്പറ്റി പഠിക്കുന്നു, കളക്ടർ ചെയർമാൻ ആകുന്നു, പുതിയ കമ്മിറ്റിയെ രൂപീകരിക്കുന്നു, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, 6 മാസം വെയിറ്റ് ചെയ്യണം, അത് ഹൈക്ക് ചെയ്യുന്നില്ല എന്നറിയാനായിട്ട്. അത് ഗവൺമെന്റ് റൂൾസാണ്. അങ്ങനെ 1.5 വർഷക്കാലത്തിന് ശേഷം ഇത് അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം കമ്മിറ്റിയെ വെച്ചിട്ട് ആശയങ്ങളല്ല കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക. ആ കണ്ടുപിടുത്തങ്ങൾ എത്രയോ നമുക്ക് വിശ്വസിക്കില്ല. ഈ കുട്ടികൾ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ എത്രയോ വലിയ പ്രോട്ടോടൈപ്പ് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നെന്നറിയാമോ? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഉള്ള, അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഉള്ളത് കേരളത്തിലാണ്. അവർ തന്നെ തൊഴിൽ കൊടുക്കുകയാണ് വിദ്യാർത്ഥികളെന്ന്. എത്രയോ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി ഇന്നിപ്പോൾ ഇൻഫോ പാർക്കിൽ എറണാകുളത്ത് താങ്കളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നടത്തിയത് നമ്മൾ 5 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. അതുമാത്രമല്ല അന്ന് ടെസ്റ്റ് മണി പറയാൻ വേണ്ടി ഞാൻ എനിക്കിത് പറയുമ്പോൾ വലിയൊരു ആവേശമാണ്. അന്ന് ഈ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് മണി പറയാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നയാള് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഹെഡ്ലോഡ് വർക്കറിന്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മിഡ് ഡേ മീൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോയത്. പക്ഷേ മിടുക്കനായിരുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പുള്ളി IIM പാസ്സായി. അപ്പം പുള്ളി നോക്കിയപ്പോഴുണ്ടല്ലോ, ഈ നാട്ടിൽ ഉഴുന്നുവട ഉണ്ടാക്കുമ്പം അതിന് ആ ഉഴുന്നുവടയ്ക്ക് പല സൈസിലാണ് വരുന്നത്, തുള പെർഫെക്റ്റ് ആകില്ല. പുള്ളി ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. പുള്ളി നല്ലപോലെ ആട്ട ഉണ്ടാക്കും. ആ ബാറ്ററി വെച്ചുകൊണ്ട് ഒരു ബോട്ട് പോലത്തെ ട്രാപ്പാക്ക് ഉണ്ടാക്കിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ പെർഫെക്റ്റ് ഷേപ്പിൽ ഇത് വരിക. ഇപ്പം 400 കോടി രൂപ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ആ രീതിയിൽ പോകാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അത് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല, നമുക്ക് കേരളത്തിലേക്ക് മേടിച്ചെടുക്കണം, അത് കോട്ടയത്തേക്ക് മേടിച്ചെടുക്കണം, അതൊരു പക്ഷേ നമുക്ക് സ്വന്തം സ്ഥലമായ പാലായിലേക്ക് മേടിച്ചെടുക്കണം. അവിടെ 50 ഏക്കർ സ്ഥലം വേണം. അവിടെ അനുവദിച്ചു കഴിഞ്ഞാൽ ഉടനെ അക്കാഡമിക് ഇയർ തുടങ്ങും. പിള്ളേരെ കൊണ്ട് അമൽജ്യോതി കൊണ്ട് താമസിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഗുലാത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ട് താമസിപ്പിച്ചു. ആദ്യത്തെ 2-3 അക്കാഡമിക് ഇയറിൽ. എന്നിടത്തിന് ബിൽഡിംഗ് പണിയണം, വെള്ളം വേണം, വൈദ്യുതി വേണം, ഇതെല്ലാം വേണം. ഇതൊന്നും ആരും സഹായിക്കാൻ നമ്മുടെ മുന്നിൽ കാണില്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വേണം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞ പോലെ അവിടെയും കണ്ടുപിടുത്തങ്ങളാണ്, ആശയങ്ങളാണ്. AI ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ജോലിയും. ഇന്നിപ്പം ഏറ്റവും ഇന്ത്യൻ നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്ഥാപനമായ IIIT മാറി. കഴിഞ്ഞ 1 മാസക്കാലം മുമ്പാണ് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവിടെ വന്നത്. വേറെ ഒരു സ്ഥാപനത്തിലേക്കും പോയില്ലല്ലോ. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്കും പോയില്ല, കേരളത്തിൽ വന്നു. എന്തുകൊണ്ടാ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതോടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ താങ്കളെ പോലെയുള്ള ജേർണലിസം ഉള്ള ആൾക്കാർ,
അവർക്ക് സൗത്ത് ഇന്ത്യ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ് ഇതുവരെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ ഇല്ല. നമ്മുടെ ഇവിടെ വന്നു, നമ്മൾ അത് കൊണ്ടുവന്നു, അതിൻ്റെ മുഴുവൻ ആൾക്കാർക്കും ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതാണ്ട് അത് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. കൂടുതൽ സാധ്യതയിലേക്ക്, കൂടുതൽ വിഷനിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തി. അതായത് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് തന്നെയാണ് എന്റർപ്രണേഴ്സ് ഉണ്ടാകുന്നത്. പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ക്യാമ്പസുകൾക്കകത്ത് വെച്ചുകൊണ്ട് അവരുടെ ഫൈനൽ ഇയറിൽ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും എനിക്കൊന്ന് സ്റ്റാർട്ടപ്പുകളൊക്കെ പുതിയതായിട്ട് ആരംഭിച്ചു പോകുന്നുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുന്നത് ഈ സയൻസ് സിറ്റിയിൽ ഇപ്പോൾ റിസർച്ചിനായിട്ട്, അതായത് മോഡേൺ റിസർച്ചിനായിട്ട് സാഹചര്യങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സയൻസ് സിറ്റി ഒരു റിസർച്ച് സെന്റർ കൂടി ആക്കി അല്ല, അത് ഫാബിൻസ് റിസർച്ച് സെന്ററിലേക്ക് ആക്കാൻ തന്നെയാണ്. ഇപ്പം തന്നെ ഇൻക്യുബേഷൻ സെന്റർ അതിനകത്തുണ്ട്. ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അതിനകത്ത് ഭാവിയിലേക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ആണ് സയൻസ് പാർക്കായിട്ടാണ്. സെക്കൻഡ് സയൻസ് സിറ്റി എന്നുള്ള രീതിയിൽ പിന്നെ എയറോസ്പേസും പ്ലാനറ്റോറിയവും മോഷൻ സ്റ്റിമുലേറ്ററും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഒരു 60% കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഒരു 25 കോടി രൂപയും കൂടെ സംസ്ഥാന സർക്കാർക്ക് നൽകിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. 6 മാസം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹവും. അതിൻ്റെ ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇത് ആഡ് ഓൺ ചെയ്ത് ഇഷ്ടം പോലെ ഓരോ ദിവസവും ഓരോ ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങളല്ലേ, എത്ര കാര്യങ്ങൾ ഇപ്പോൾ ബയോടെക്നോളജിയായി ബന്ധപ്പെട്ട് അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും അതിലേക്കുള്ള ഒരു ശ്രമമാണ്. വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ പിന്നിലേക്ക് വരുന്നുണ്ട്. സ്വകാര്യ യൂണിവേഴ്സിറ്റി ബില്ലൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസായിട്ട്, റിസർച്ച് ക്യാമ്പസായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? ഇപ്പം തന്നെ ഞാൻ IIIT അവിടുത്തെ ഡയറക്ടറോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും, ഏതാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്നവരുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഇവിടെ എന്നാന്ന് ചോദിച്ചാൽ റെഗുലറായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇൻക്യുബേഷൻ സെൻ്റർ ഉണ്ട്, വന്നും പോയിരിക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും? അത് ഭാവിയിൽ 100% ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ്, കാട്ടിനകത്താണ്, അവിടെയാണോ. ഇത് മൊത്തം എത്ര ഏക്കറിലാണ് വന്നിരിക്കുന്നത്? 30 ഏക്കർ സ്ഥലത്താണ്. അതിലിപ്പോൾ ആദ്യം പറഞ്ഞു ഈ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു. ആപ്റ്റിറ്റ്യൂഡ് പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അവർക്ക് കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പണ്ട് തുടങ്ങി ഉയരുന്ന ഒരു പരാതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ചില പ്രദർശനങ്ങൾ, സയൻസ് സിറ്റി നടക്കാൻ പോകുന്ന അവിടുത്തെ ചില പ്രദർശനങ്ങളിലൂടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രത്തോട് കൂടുതലായിട്ട് ഒരു അടുപ്പം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളില്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ് ലക്ഷ്യം വെക്കുന്നത് തന്നെ. നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് പരിശോധിക്കാൻ ഒരു ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. പെട്ടെന്ന് പറ്റില്ല. ചിലപ്പോൾ ഒരു കൗൺസിലിൽ കൂടിയായിരിക്കും, ചിലപ്പോൾ ടെസ്റ്റിൽ കൂടിയായിരിക്കും, ചിലപ്പം ഒരു സംസാരത്തിൽ കൂടിയായിരിക്കും. ദിൽ ടേക്ക് ലോങ് ടൈം. അത് ഒരു സെർട്ടൺ ഏജ് കഴിഞ്ഞാൽ, ഒരു 9ാം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 10ലേക്ക് വരുന്നു, 10ഉം 11ഉം 12ഉം നിർബന്ധമായിട്ട് ചെയ്യണമെന്നുള്ള, അങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം അത് വെച്ചിട്ട് വേണം അവർക്ക് ഏത് കോഴ്സ് വേണം, എങ്ങോട്ട് പോകണം എന്നുള്ളത്. എന്നാലേ അവർക്കൊരു പാഷൻ ഉണ്ടാകുകയുള്ളൂ, എന്നാലേ ഒരു ഡിറ്റർമിനേഷനോടുകൂടി അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിപ്പം നമ്മൾ നിർബന്ധിക്കുന്ന ഡോക്ടറാകുന്നു, എഞ്ചിനീയർ ആകുന്നു, എന്നാൽ പോലും അതിനകത്ത് ചില ആശയങ്ങൾ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. ഒരു സയൻസ് സിറ്റി ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ സ്ഥലമെടുപ്പുണ്ട്, ഇതിൻ്റെ പെർമിഷൻ മേടിക്കലുണ്ട്. ഈ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? രാഷ്ട്രീയ എതിർപ്പുകൾ അങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം എന്ത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അതിനുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. അതിനകത്ത് എൻ്റെ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള പദ്ധതികളല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ചോദിക്കും ഇത് എന്തുകൊണ്ട് ജനം അറിയുന്നില്ല എന്നുള്ളത്. വലിയ പബ്ലിസിറ്റി കൊടുത്താൽ ചിലപ്പോൾ എതിർപ്പുകൾ വരും, തടസ്സങ്ങൾ വരും, പിന്നെ അസൂയകൾ വരും. ഇപ്പം IIIT വന്നു. ഒരു പക്ഷേ അവിടെയുള്ള ജനങ്ങൾക്ക് പോലും ഇപ്പോഴാണ് IIIT എന്ന് പറഞ്ഞ സംവിധാനത്തിൽ പലരും ഇതിനെ കളിയാക്കിയതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ എത്രയോ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ എന്നെ ഇട്ട് കളിയാക്കിയതുണ്ട്. എന്തിനു കൊള്ളാം, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടി എന്നൊക്കെ പറഞ്ഞ് പരിഹാസമൊക്കെ എന്തേരം ഞാൻ കേട്ടിട്ടുണ്ട്, വ്യക്തിഹത്യയൊക്കെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതിനകത്ത് വിശ്വസിക്കില്ല. ഞാൻ ഏതാണ്ട് ഈ സയൻസ് സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരു 60-70 പ്രാവശ്യം ഈ പറയുന്ന നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിമാർ മാറിക്കോളും. ഓരോ സെക്രട്ടറിമാരും ഒരു വർഷം കഴിഞ്ഞ് മാറും. പിന്നെ അവരുമായിട്ട് യോഗം എന്ന് പറഞ്ഞാൽ ആ യോഗത്തിൽ മിനിമം ഒരു 40 ഉദ്യോഗസ്ഥരുണ്ട്. കോൺട്രാക്ടർ കാണും, സബ് കോൺട്രാക്ടർ കാണും, ഇറിഗേഷൻ വകുപ്പ് കാണും, വാട്ടർ അതോറിറ്റി കാണും, ഇലക്ട്രിസിറ്റി ബോർഡ് കാണും, PWD കാണും. ഇവരെല്ലാം ഉണ്ട്. അവരെ വെച്ചുകൊണ്ട് മിനിമം ഒരു 60 പ്രാവശ്യമെങ്കിലും ഞാൻ കൂടിയിട്ടുണ്ട്. മുന്നോട്ട് പോകാതെ സ്റ്റക്കായി നിൽക്കും. സങ്കടവും പ്രയാസവും കരച്ചിലും വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് ഒരു മീറ്റിംഗ് കൂടിയെന്ന് ഞാനൊരു വാർത്ത
ഒരിടത്തും കൊടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒന്നും കൊടുത്തില്ല. കാരണം ഇത് ജനത്തിനുള്ളതാണ്. ജനങ്ങൾ മുഴുവൻ വലിയ, അത് കുറവലങ്ങാട്ടെയാണെങ്കിലും കടുത്തുരുത്തിയിലാണെങ്കിലും പാലായിലാണേലും ഏറ്റവും മുഴുവൻ ജനവും, ആ ജനം മുഴുവൻ എന്നോടൊപ്പം ഉണ്ട്. അത് പൂർത്തീകരിക്കണം, വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വലിയ ഇത് കൊടുക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല, കൊടുത്തു കഴിഞ്ഞാൽ തീരാതെ. അല്ല, ഞാനത് ചോദിക്കാനിരുന്നൊരു ചോദ്യം കൂടിയാണ്. കാരണം ഇത്രയുമൊക്കെ ജനോപകാരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തിയിട്ടുള്ള അങ്ങയെ സംബന്ധിച്ചിട്ട് PR വർക്കിൽ കുറച്ച് പിറകിലാണോ? അല്ല, അതിനകത്ത് ഞാൻ ഈ PR വർക്കിൽ ശരിയാണ്, ഇപ്പം പലരും PR വർക്ക് ഉപയോഗിക്കുന്നത് എതിരാളികളെ വ്യക്തിപരമായി പരിഹസിക്കുവാനും വ്യക്തിഹത്യ ചെയ്യുവാനും. എനിക്കെതിരെ എന്തേലും വ്യക്തിഹത്യ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്, പാലായിലുണ്ടായിട്ടുണ്ട്. PR ചെയ്ത് അത് ഉപയോഗിക്കുന്നത് പോലും എനിക്ക് വ്യക്തിപരമായി ഉപയോഗിക്കുന്നത് പോലും ജനത്തിനെ കണ്ടീഷൻ ചെയ്യാനാണ്. ആ ജനത്തിനെ കണ്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ കൊള്ളിയല്ല, അവൻ പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ അവൻ കാണത്തില്ല, അല്ല അവർ വികസനം നടത്തത്തില്ല. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ജനം അതിലേക്ക്, എത്ര ജനത്തിന് എന്നെ കാണാൻ പറ്റും? ഇപ്പം നമുക്കിവിടെ 1.5 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണുന്ന ചിലപ്പോൾ 1% അല്ലേ? എത്ര ബാക്കി ഒന്നൊക്കെ കേട്ടും കണ്ടുമൊക്കെ ആയിരുന്നു. അവർ പോലും അറിയാതെ നമ്മളവരെ സഹായിക്കുന്നതായിരിക്കും, വികസന പദ്ധതിയിൽ കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു PR വർക്കാണ് ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും എനിക്കെതിരെ നടക്കുന്നുണ്ട്. അത് നടന്നോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ PR ചെയ്യാതെ തന്നെ ജനങ്ങളത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവർ ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്നില്ല. താങ്കൾ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ ഞാനങ്ങനെ PR-ൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതിനുള്ള റിസോഴ്സ് ഇല്ല, അതിനുള്ള ഫണ്ടും ഇല്ല, അതിനുള്ള പണവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഈ യാദൃച്ഛികമായിട്ട് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ്, ഈ ഗേറ്റ് തുറക്കണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ശുപാർശകൾ വേണമെന്ന്. എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഈ പാല വഴി ഇതുവഴി കടന്നു പോകുന്ന സമയത്തൊക്കെ പാതിരാത്രിയിൽ വരെ ഈ ഗേറ്റ് പൂട്ടി കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രചരണം ഇവിടെ ഉണ്ടാവാൻ കാരണം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ മണിസാറുള്ളപ്പോൾ മറ്റൊരു തരത്തിലായിരുന്നു. മണിസാറിനെ ഒരു പരിധി വരെ അതിനപ്പുറത്തേക്ക് ക്രിറ്റിസൈസ് ജനം വിശ്വസിക്കില്ല. കാരണം ഇത്രയും 50 വർഷമായിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ രാഷ്ട്രീയക്ക് വന്ന് അന്ന് തൊട്ട് തുടങ്ങി. പക്ഷേ ഒരു ജനപ്രതിയായി, ലോക്സഭയിലായി, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു MLA ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അതിനകത്തുള്ള വ്യക്തിഗത തുടർന്ന് ഇങ്ങനെ പല മേഖലയിൽ നിന്നും വളരെ പ്രൊഫഷണലെ വെച്ച് നടക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഈ 2-3 മാസമായിപ്പോയി ഒരിക്കലും ഈ ഗേറ്റ് അടയ്ക്കാറില്ല. മനസ്സിലായി? രാത്രി പാതിരാത്രിക്കൊക്കെ ഞാൻ വന്ന് കയറിയ ശേഷം ഈ പറഞ്ഞു അതും അടച്ചിട്ടുണ്ടെങ്കിൽ അത് പട്ടി കയറായി. അപ്പം അതുകൊണ്ട് മാത്രമല്ല, രാവിലെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും അടയ്ക്കാറില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം, എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാം. മാത്രമല്ല, രാവിലെ മുഴുവൻ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു രാജ്യസഭാ മെമ്പർ മാത്രമല്ല, MLA അല്ല, ഞാനൊരു മന്ത്രിയല്ല. നമുക്കെന്തെങ്കിലും പ്രതിഫലം വേണമായിട്ടല്ലല്ലോ. നമ്മൾ ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ ഒരു പാഷനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്, ഭാവി നമ്മളെ ഓർക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 1ാമതായി IIIT നിൽക്കുന്നു. ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ഉള്ള ഒരേ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കേരളത്തിൽ ഒരിടത്തുമില്ലാതെ 1ാമതായി മുത്തൂരിൽ നിൽക്കുന്നു. സയൻസ് സിറ്റി ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരിടത്തുമില്ല, 30 ഏക്കർ സ്ഥലത്ത് അത് 1ാമതായിട്ട് നിൽക്കുന്നു. ഇന്ന് നമുക്ക് ഈ പറയുന്ന പാസ്പോർട്ട് ഓഫീസ് എടുത്ത് നോക്കിയാൽ റീജിയണൽ ഓഫീസ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും. പക്ഷേ ആ പാസ്പോർട്ട് സേവാകേന്ദ്രം ഏറ്റവും ആദ്യമേ അതിനകത്ത് ഞാൻ ബഹളം വെച്ചേറ്റവും അത് പാസ്പോർട്ട് ഓഫീസ് കോട്ടയത്തേക്ക് ഞാനാണ് കൊണ്ടുവന്നത്. മമതാ ബാനർജി അവിടുത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഈ സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മുഴുവൻ ആ പ്രാദേശികമായ റെയിൽവേ സ്റ്റേഷനും ആദർ സ്റ്റേഷനായിട്ട് പ്രഖ്യാപിച്ച് പേരെടുത്ത് ആ ബഡ്ജറ്റ് പ്രസംഗിച്ചത് കോട്ടയം ലോക്സഭ മണ്ഡലത്തിലെ. അത് ചിങ്ങവനവും കുറുപ്പന്തറയും പിറവം റോഡും വൈക്കം റോഡും കാഞ്ഞിരമറ്റവും ഇങ്ങനെയല്ല അതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളെടുക്കുന്നത് ക്ലിയർ ചെയ്യാൻ. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മനോഹരമായി അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കൊല്ലം കോർപ്പറേഷനിൽ പോലും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ വരുന്നതിന് മുമ്പ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. 1 MB 1 ഐഡിയ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും ചെയ്യാത്ത നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്തിനാ ഇവിടെയുള്ള ഈ സർക്കാർ, NDA സർക്കാർ വന്നതിന് ശേഷം ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി നേരത്തെ ഉണ്ടായത്, ഏതെങ്കിലും 2 പഞ്ചായത്ത് അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പഞ്ചായത്ത് അഡോപ്റ്റ് ചെയ്ത് TV പുരത്തും അതോടൊപ്പം തന്നെ നീണ്ടൂർ പഞ്ചായത്ത് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്നു. അവിടെയുള്ള സ്കൂളിലെ കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് നേരെ മദ്രാസ് IIT വിട്ടു. ഒരാഴ്ചയാണ് നിൽക്കുന്നത്. ഇത് കാണാൻ ഒരാഴ്ച എടുക്കും, മനസ്സിലായില്ലേ? അതിനു മുമ്പ് ഒരു സംവാദം നടത്തി. ആ സംവാദം നിങ്ങൾക്ക് എന്താകണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
അവർ പറഞ്ഞു എഞ്ചിനീയർ, ഡോക്ടറൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ എന്താകണം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വിഷൻ കൂടി. അവർ പറയുന്നത് മറ്റ് സയൻറ്റിസ്റ്റ് ആകണം, IAS ആകണം, പലതും ആകണം. അപ്പോൾ അതെല്ലാം ചെയ്തത് എൻ്റെ പോക്കറ്റിൽ നിന്നല്ല, ഒരു സ്കീമുണ്ട്, ആ പദ്ധതിപ്പെടുത്തി ഞാൻ കൊണ്ട് അയച്ചതാണ്. അവിടുത്തെ ടീച്ചേഴ്സ് വരെ പോയി. അപ്പോൾ അതുമാത്രമല്ല, ഈ പറയുന്ന ബഡ്ജറ്റിലെ ഏറ്റവും കൂടുതൽ ROBകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോട്ടയത്തിൽ കൂടെ പോകുമ്പോൾ എന്താ റെയിൽവേ ക്രോസിംഗാണ്. 6 റെയിൽ ഓവർബ്രിഡ്ജ്, ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണം ഒരുമിച്ച് 30 കോടി രൂപ വീതം അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ എക്സ്പെൻസും ചെലവാക്കിക്കൊണ്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് കോട്ടയത്ത് മാത്രമാണ്. മൂലേടം, കുമാരനെല്ലൂർ, കാരിത്താസ്, കുറുപ്പന്തറ, മുളന്തുരുത്തി നിങ്ങൾ അതിലെ ആദ്യമേ മേപ്പാലം മാത്രം കണ്ടു. ആ മേപ്പാലം മാത്രം ചെയ്യിച്ചത് ഞാൻ സ്ഥലം എടുക്കാൻ പ്രയാസം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് മേപ്പാലം ചെയ്യാൻ പറഞ്ഞു. ഞാൻ വിട്ടുപോകില്ലല്ലോ. മേപ്പാലം ചെയ്തു, ഇപ്പം അത് ചെയ്തു. കുറുപ്പന്തറ ഒഴികെ മുഴുവൻ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് പ്രാദേശികമായ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിരന്തരമായി കേരള പദ്ധതിയിൽപ്പെടുത്തിയ പൈക്ക പദ്ധതിയിൽപ്പെടുത്തി 40 പഞ്ചായത്തുകളിൽ നമ്മൾ 5 ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ട് അവിടുത്തെ കളിക്കളം ശരിയാക്കാൻ വേറൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ ശരിയാക്കി. അങ്ങനെ നിരന്തരമായ ഈ പറയുന്ന നമ്മുടെ പിലിഗ്രിം ഷെൽട്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത്, അത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കേന്ദ്രത്തിന്റെ പദ്ധതിപ്പെടുത്തി 2 കോടി രൂപ മുടക്കി കോട്ടയത്താണ്. ഇത്രയേ ഇടയുള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ. പാർക്കിങ്ങിന് സൗകര്യമില്ല. മൾട്ടി ഫ്ലോർ പാർക്കിംഗ്, ഒരു കഷ്ണം സിമെന്റോ കല്ലോ ഉപയോഗിക്കാതെ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ബൈക്ക് പാർക്കിംഗ് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്യാം. അതിനുശേഷം 20 കോടി, ഞാൻ ലോക്സഭയിൽ നിന്ന് മാറുന്നതിന് മുമ്പ് 20 കോടി രൂപ റെയിൽവേ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സാങ്ഷൻ ചെയ്ത് ഞാൻ മാറി രാജ്യസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ തീരില്ല. ഇങ്ങനെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ഇവിടെ പാലാ ആശുപത്രിയിൽ തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ട 5 കോടിയുടെ മിഷൻ ഞാൻ പ്രോജക്റ്റ് കൊണ്ട് ടാറ്റ കൺസൾട്ടൻസി ടാറ്റയുടെ ഒരു ഹോസ്പിറ്റൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ പ്രിൻസിപ്പൽ സാങ്ഷൻ ചെയ്തു. ആ മിഷൻ ഇങ്ങോട്ട് വെക്കാത്തതിന്റെ കാര്യം ഞാൻ ബിൽഡിംഗ് പണിതാലേ പറ്റുള്ളൂ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, നമുക്കറിയാം ഈ രോഗം നിർണ്ണയിക്കുന്ന രക്തം ഏറ്റവും കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും, മറ്റിടത്തൊക്കെ ഈ പറയുന്ന രക്തം പരിശോധിച്ച് കഴിയുമ്പോൾ എന്ത് ടെസ്റ്റ് ആകട്ടെ കൂടുതലാണെങ്കിൽ അതിന്റെ പകുതി ഇവിടെ വരുന്നുള്ളൂ. പിന്നെ മോഡേൺ എക്യുപ്മെന്റ്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായ പദ്ധതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നു. പാലായിലും കോട്ടയത്തും തല ഉയർത്തി നിൽക്കുന്ന പല പദ്ധതികളുടെയും ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KM മാണി സാർ ആണ് എന്നുള്ള കാര്യം എല്ലാവരും പറയും. അദ്ദേഹത്തിൻ്റെ വികസന തുടർച്ച തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് കെ മാണി MP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പല പദ്ധതികളും ജനങ്ങൾ അറിയാൻ വൈകിയോ എന്നൊരു സംശയമാണുള്ളത്. സാറേ, അപ്പോൾ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.